സെന്റ് ആൻസ് സഭാ കുടുംബത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ദൈവവിളി കണ്ടെത്തുന്നതിനായി നമുക്കൊരുമിച്ച് ഒരു യാത്ര നടത്താം. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ വിളിക്കുന്നു. ജീവിതത്തിലേക്കും സ്നേഹത്തിലേക്കും അവിടുന്ന് വിളിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങൾ വിലപ്പെട്ടവരായതിനാൽ നിങ്ങളിൽ അവൻ പ്രസാദിച്ചിരിക്കുന്നു. അവിടുന്ന് നിങ്ങളെ നിരുപാധികം അത്യധികമായി സ്നേഹിക്കുന്നു. മാമോദീസ എന്ന കൂദാശയിലൂടെ ക്രിസ്തുവിനെ പിന്തുടരുന്നതിനുള്ള വിളിയാണത്. മനുഷ്യനായി അവതരിച്ച ദൈവം നമ്മോടൊപ്പം ആയിരിക്കാൻ നമ്മിൽ ഒരുവനായി തീർന്നു. ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. അവിടുത്തെ പോലെയാകാൻ അവിടുന്ന് നമ്മെ വിളിക്കുന്നു. അവിടുത്തെ പോലെയാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ അവിടുത്തെ സ്വരം ശ്രവിക്കുക. എല്ലാ വിളികളും ദൈവത്തിൽ നിന്നാണ്. കൂടാതെ അവിടുന്ന് നൽകിയ മഹത്തായ ദാനമാണത്. അവിടുന്ന് പേര് ചൊല്ലി നമ്മെ വിളിക്കുന്നു. അവിടുന്നുമായുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. എല്ലാ വിളികളും പരിശുദ്ധമാണ്, കാരണം വിളിക്കുന്നവൻ പരിശുദ്ധനാണ്. അതിനാൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന വിളിയെ വിവേകപൂർവവും വിശ്വസ്തയോടും കൂടെ തെരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വിവാഹ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവർ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ദമ്പതികളാണ് കാർലോ ടാൻഗ്രഡിയും ജൂലിയ ബറോളയും. വടക്കൻ ഇറ്റലിയിലുള്ള ടൂറിൻ എന്ന സ്ഥലത്ത് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവരാണ് അവർ. ക്രിസ്തീയ വിളിക്കനുസൃതമായ കുടുംബജീവിതമാണ് അവർ നയിച്ചത്. ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേത്. ജീവിതത്തിൽ എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നെങ്കിലും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ദൈവവചന വായനയിലും പങ്കുവെക്കലിലും അവരുടെ ദുഃഖത്തിന് അവർ ആശ്വാസം കണ്ടെത്തി. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. യേശുവിന്റെ ഈ വചനങ്ങൾ അവരുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുകയും അവരുടെ വന്ധ്യത ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ അത് സ്വീകരിക്കുകയും ചെയ്തു. സമൂഹത്തിലെ ഏറ്റവും നിർധനരിലേക്ക് അവരുടെ ഹൃദയങ്ങളെ അവർ തിരിച്ചു. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് സന്തോഷമുള്ളവരായിരിക്കാനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ട സഹായങ്ങൾ ഉടനെ നൽകണമെന്നും അവർ വിശ്വസിച്ചു. അങ്ങനെ അവരുടെ ശ്രദ്ധ ആദ്യം തടവുകാരിലേക്ക് തിരിഞ്ഞു. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി തങ്ങളുടെ കൊട്ടാരം അവർ തുറന്നു കൊടുക്കുന്നു. കാർലോ ടാൻഗ്രഡിയുടെ വാക്കുകളിൽ, കുട്ടിക്ക് ശാരീരികമായി ആരോഗ്യവാനും ആത്മീയമായി നേരുള്ളവനും ആയി വളരുന്നതിന് ശരീരവും ആത്മാവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അങ്ങനെ ചെറുതും പാവപ്പെട്ടവരുമായ കുട്ടികൾക്ക് വേണ്ടി 1834 സെയിന്റ് ആൻസ് സഭ സ്ഥാപിക്കപ്പെട്ടു. പ്രത്യാശയുടെ കാവൽക്കാരിയും സ്നേഹമയിയായ അമ്മയുമായ അന്നമ്മ പുണ്യവതിയുടെ സംരക്ഷണത്തിന് പ്രസ്തുത സഭയെ ഫലമേൽപ്പിച്ചു. നിങ്ങൾക്കറിയാമോ ആരാണ് വിശുദ്ധ അന്ന എന്ന്? പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമ്മയാണവർ. കുട്ടികളെയും യുവജനങ്ങളെയും പൂർണ്ണ സന്തോഷത്തിലേക്ക് വളർത്തുന്നതിനുള്ള ദൗത്യം യഥാവിധി നടപ്പിലാക്കുന്നതിനായി സിസ്റ്റേഴ്സ് വിശുദ്ധ അന്നയിലേക്ക് അവരുടെ ദൃഷ്ടികളെ തിരിക്കുന്നു. സെയിന്റ് ആൻസ് സഭയുടെ രണ്ടാമത്തെ മദർ ജനറൽ ആയിരുന്ന മദർ എൻറിക്കേറ്റ സഭാ സ്ഥാപകരുടെ ആത്മീയതയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് 6 സഹോദരികളെ 1871 ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് സഭയുടെ വാതായനങ്ങൾ വിശാലമായി തുറന്നിട്ടു. ഇന്ന് സഭ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ സഭ പ്രവർത്തിച്ചു വരുന്നു.
എവിടെയായിരുന്നാലും സിസ്റ്റേഴ്സ് അവരുടെ വിളിക്കനുസൃതമായി ജീവിക്കുന്നു. ചെറിയവർക്കും പാവപ്പെട്ടവർക്കും ദൈവപരിപാലനയുടെ ഉപകരണങ്ങളാകാൻ വിശുദ്ധ അന്നയുടെ സഹോദരികൾ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ അന്നയുടെ സഭയിൽ ഒരു പെൺകുട്ടി പ്രവേശിക്കുമ്പോൾ അവൾ ഒരു പരിശീലനത്തിന് വിധേയയാകുന്നു. ഈ സമയത്ത് പ്രാർത്ഥന, കൂദാശകളുടെ സ്വീകരണം, വിവിധ പഠനങ്ങൾ, വ്യക്തിഗത മാർഗനിർദ്ദേശങ്ങൾ, സമൂഹ ജീവിതം എന്നിങ്ങനെ ദൈനംദിന ജീവിത സംഭവങ്ങളിലൂടെ ദൈവവിളി തിരിച്ചറിയാൻ സാധിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. ഈ ക്രിസ്തുവചനം തന്റെ പ്രാഥമിക പരിശീലനത്തിന്റെ അവസാനം മനസ്സിലാക്കിക്കൊണ്ട് ആ യുവതി പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയും തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇതാ ഞാൻ ദൈവമേ, നീ എന്നെ വിളിച്ചു എന്ന സാമുവേൽ പ്രവാചകന്റെ വാക്കുകൾ ഇവിടെ അന്വർത്ഥമാകുന്നു. സ്ഥാപനത്തിന്റെ 188 ആണ്ടുകൾ താണ്ടി സെന്റ് ആൻസ് സഭ ഇന്ന് 11 രാജ്യങ്ങളിൽ പ്രേക്ഷിത വേല ചെയ്യുന്നു. ഇന്ത്യയിൽ 150 വർഷത്തെ സാന്നിധ്യം കൊണ്ട് 5 പ്രവിശ്യകളിലായി ഈ സഭ പടർന്നു പന്തലിച്ചിരിക്കുന്നു. തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നതാണ് തെക്കൻ പ്രവിശ്യ അഥവാ സൗത്ത് പ്രോവിൻസ്. കത്തോലിക്ക സഭയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് സെന്റ് ആൻസ് സഭ ഒരു കുടുംബമായി കുടുംബങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ദൗത്യം പ്രാവർത്തികമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സെന്റ് ആൻസ് സഭാ കുടുംബത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.